ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഴയ കാലമൊന്നും അല്ലല്ലേ, ആർക്കും ആരോടും അത്ര വലിയ സ്നേഹമൊന്നുമില്ല. എന്ത് കിട്ടുമെന്ന് ആലോചിച്ചിട്ടേക്കാരം പലപ്പോഴും ആൾക്കാരിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കണത് തന്നെ. 2-3 സെക്കൻഡുകൾ ചിരിച്ചാൽ ഒരു നല്ലൊരു ഫോട്ടോ കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ളവരോട് ചിരിച്ചുകൂടാ? നിങ്ങളുടെ മക്കളോടോ ഭാര്യയോടോ സഹോദരങ്ങളോടോ ഉമ്മയോടോ ഉപ്പയോടോ ഒക്കെ അങ്ങനെ ആയിക്കൂടാ? സാഹചര്യത്തിനനുസരിച്ചിട്ട് മുഖംമൂടികൾ എടുത്തണിയണ പ്രത്യേക കഴിവ് കിട്ടിയവരാണല്ലേ ഇന്നത്തെ കാലത്ത് ഓരോ മനുഷ്യന്മാരുള്ളത്. ചിരിക്കാൻ പറയാനും കൂടിയും ഇന്നത്തെ കാലത്ത് ആർക്കും തന്നെ അർഹതയില്ല. അഥവാ അങ്ങനെ പറഞ്ഞിക്കുകയാണെങ്കിൽ തന്നെ എന്തിനാ പത്ര ചിരിക്കണ് എന്നായിരിക്കും ചോദ്യം ഉണ്ടാവുക. ദേഷ്യപ്പെടാനും വഴക്കു കൂടാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിരിക്കാനും സന്തോഷിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. പക്ഷെ നിങ്ങളെന്താണ് മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തം വില മറന്ന് പോകുമോ അല്ലെങ്കിൽ ചെറുതായി പോകുമോ എന്ന് വിചാരിച്ചിട്ട് ചിരിക്കുകയില്ല, സന്തോഷിക്കുകയില്ല. പക്ഷേ പോകണത് നമ്മുടെ സമയമാണെന്ന് ഓർക്കണം. ഇന്നത്തെ സമയം നമുക്ക് നാളെ ഒരിക്കലും തന്നെ തിരിച്ചു കിട്ടൂല. ഇന്നത്തെ സമയം ഇന്നൊക്കെയുള്ളത് മാത്രമാണ്. ഞാനൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ മറ്റവർക്ക് എന്തെങ്കിലും തോന്നുമോ എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും ചിരി അവിടെ ഉള്ളിൽ ഒതുക്കിയിട്ട് ഇങ്ങനെ വലിയ ഗൗരവം പിടിച്ചിട്ട് നടക്കണത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ചിരിച്ചാൽ നിങ്ങളെ മുഖമൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ? നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടുകാരൊപ്പോ വീട്ടുകാരൊപ്പം ഒക്കെ ഇരിക്കുമ്പോഴൊക്കെ പലപ്പോഴും സംസാരിക്കാറും കുശലം പറയാറും ചിരിക്കാറും ഒക്കെ ഉണ്ട്. അപ്പോൾ കിട്ടുന്നൊരു സ്വാതന്ത്ര്യവും ഒരു സന്തോഷവും ഒന്ന് വേറെ തന്നെയാണ്. പക്ഷേ ഇന്നുണ്ടല്ലോ, ഒരുമിച്ച് ഇരിക്കാനോ ഒരുമിച്ച് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ആർക്കും തന്നെ നേരവും ഇല്ല. ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്ന് കുടിച്ചിട്ട് പോകുക എന്നല്ലാണ്ട് കഴിക്കണത് എന്താണെന്ന് നോക്കാനും കൂടിയുള്ള സമയം ഇന്നത്തോൽക്കില്ല. ഇങ്ങനത്തെ കായൊക്കെ കിട്ടുമ്പോൾ പണ്ടൊക്കെ അതിൻ്റെ തോല് വേറെ മാറ്റി വെക്കും, എന്നിട്ട് കായ വേറെയും വെക്കും, ആ തോല് വേറെയും ഉപ്പേരി വെക്കും. പക്ഷെ ഇന്നെന്താ, തോല് തിന്നാൻ പറഞ്ഞാൽ ഞാൻ എന്താ ആടാണോ പയ്യാണോ ചോദിക്കുന്ന ഒരു കാലം വന്നിട്ടുണ്ട്. അന്ന് ആ തോല് പോലും ആരും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തോലും കൂട്ടിയിട്ട് അത് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ച് ഉള്ളിയിട്ട് തൂമിച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. പേരെന്താണെന്നൊന്നും അറിയില്ലെങ്കിലും സംഭവം നല്ല ടേസ്റ്റുള്ളൊരു കറിയായിരുന്നു കേട്ടോ. സോറി, ഉപ്പേരിയായിരുന്നു കേട്ടോ. ഈ പച്ചക്കായ കിട്ടിയാൽ കറി വെച്ചിട്ടും ഉപ്പേരി വെച്ചിട്ടും തോരൻ വെച്ചിട്ടും ഒക്കെ പല വിഭവങ്ങളാക്കിയിട്ടും പണ്ടുള്ള ആൾക്കാർ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇന്നത് എങ്ങനെ തിന്നുകയെന്ന് ചോദിച്ചാൽ ക്രിസ്പി ആയിട്ട് കഴിക്കുക, ഡ്രൈ വെജിറ്റബിൾസ് ആയിട്ട് കഴിക്കുക എന്നാണ് പറയുക. അല്ലാണ്ട് ഇതൊന്നും ആർക്കും ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കഴിക്കാനോ സമയമില്ല, ഇഷ്ടമല്ല. പിന്നെ ഇപ്പോൾ ഇതൊക്കെ ന്യൂട്രീഷൻ്റെ ഒരു വലിയ കലവറയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ പോയി പണി നോക്കാൻ പറയും, അല്ലാതെ എന്താ പറയുക അല്ലേ? ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് സമയം വേണം എന്നുള്ളതാണ് എല്ലാവരുടെയും ചിന്ത. പിന്നെ ചിന്ത മാത്രമല്ല കേട്ടോ, ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കയ്യിൽ നല്ല പോലെ കറ പിടിക്കും. അത് കാരണം കയ്യിൻ്റെ നിറവും അല്ലെങ്കിൽ കയ്യിൽ കറ പിടിക്കണൊക്കെ മടിച്ചിട്ട് പലരും ഇതൊന്നും ചെയ്യാറില്ല. ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്നാമെന്നുള്ള ഊക്കിൽ എല്ലാവരും വരികയും ചെയ്യും. പക്ഷേ ഈ കറ പിടിക്കാതിരിക്കാനുണ്ടല്ലോ, നമ്മൾ ആദ്യം തന്നെ പണ്ടുള്ള ആൾക്കാരൊക്കെ ചെയ്തിരുന്നൊരു കാര്യമുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ വലിയ പോലെ കറയൊന്നും പിടിക്കില്ല. പിന്നെ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ തിരുമ്പൽ പണി ഉണ്ടാവുക. തിരുമ്പണ സമയത്ത് കല്ലിലൊന്ന് കൈ നല്ലോണം ഒന്ന് അരച്ച് കഴിഞ്ഞാൽ ആ കറക്ക് ഏതിനെ പോയി എന്ന് പറയാൻ പറ്റൂല. അതായിരുന്നു. ഇന്നിപ്പോൾ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് കയ്യൊന്നും വരുതാനൊന്നും ആർക്കും വയ്യല്ലോ. കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ടുള്ള പച്ചക്കായ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ വെള്ളത്തിൽ കുറച്ച് സമയം എന്ന് വെച്ചാൽ 1-1.5 മണിക്കൂർ സമയം വരെ അങ്ങോട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതാദ്യം ചെയ്യേണ്ട പണിയായിരുന്നു. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നാൽ കറ പിടിക്കൂല എന്നാട്ടോ പറയാം. പക്ഷെ എങ്ങനെ കറ പിടിച്ച് കഴിഞ്ഞാലും കല്ലും ഇട്ടിട്ട് 2 ഒരക്കൽ വരച്ചിട്ടുണ്ട് വെച്ചാൽ കയ്യിലത്തെ കറയൊക്കെ ഏത് വഴിക്കാ പോയി എന്നൊന്നും കാണൂല. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാക്കാറുണ്ടോ? കായ ഇങ്ങനെ കൊത്തിയരിഞ്ഞ് വെച്ചതിൽ ഞാൻ അറിയാതെ ഒരു ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു കൂട്ടുപിടുത്തത്തിനായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും വെക്കുകയല്ലേ, അപ്പോൾ അങ്ങനെ വെച്ചു. ഇതാട്ടോ നമ്മളെ കറയുടെ ആശാന്. കണ്ടില്ലേ നിങ്ങൾ? കറ നന്നായിട്ട് കഴിയുമ്പോൾ ഇതാകുമ്പോൾ ചിലപ്പോൾ തോന്നും മൈലാഞ്ചി ഇട്ട പോലെ
നിറമില്ലാതെ ഇരിക്കുകയാണ് എന്നൊക്കെ തോന്നാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കായ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കേട്ടോ ചട്ടിയിലേക്ക് മാറ്റുക. ഇനി ഈ ചട്ടിയിലാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. അതിലേക്ക് കുറച്ച് എരിവിന് വേണ്ട കുറച്ച് ചീനമുളക് മാത്രം, അല്ലെങ്കിൽ പച്ചമുളക് ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട ഉപ്പ് നമുക്ക് എത്രയാണ് ആവശ്യം അത്രമാത്രം ചേർക്കുക. കൂടാനും വേണ്ട കുറയാനും വേണ്ട കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലേ നമ്മുടെ വയറിലുള്ള എന്തെങ്കിലുമൊക്കെ കൃമിശല്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പോവാൻ നല്ലതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് അത്യാവശ്യം വേണ്ട അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ട വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പിലൊക്കെ വെക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ വിറകടുപ്പിലാണെങ്കിൽ കുറച്ചധികം വെക്കുക. എന്താ വെച്ചാൽ തീ എങ്ങാനും ആളി കത്തിയിട്ടുണ്ടെങ്കിൽ അടി കരിഞ്ഞു പോവാതിരിക്കാനാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുക, അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഈ വെന്ത് കിട്ടിയിട്ടുള്ള കായും പിന്നെ ഞാൻ ആ കൂട്ടിപ്പിടുത്തത്തിന് വേണ്ടിയിട്ട് വെച്ച ഉരുളക്കിഴങ്ങില്ലേ അതും കൂടി ഇടുക. എന്നിട്ട് ഒന്ന് ഇളക്കി നോക്കുക. ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ പ്രത്യേകം വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അത് ഈ ഉരുളക്കിഴങ്ങ് ഉപ്പ് നല്ല പോലെ പിടിച്ചെടുക്കും. അത് കാരണം ഈ കൂട്ടാനിൽ സാധാരണ ഇടുന്നതിനേക്കാളും കുറച്ചുകൂടെ ഉപ്പ് അധികം ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് വിളമ്പുമ്പോഴും ആ കാണുന്നതിനേക്കാൾ ഭംഗിയുണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട്. ഇനി ഇത് കടുക് പൊട്ടിച്ചിട്ടോ ഉള്ളി തൂമിച്ചിട്ടോ ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ചൂടോടെ ഇളക്കിയിട്ട് ചൂടോടെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ചോറ് വേണമെന്നൊന്നുമില്ല, കഞ്ഞി ആയാലും ശരി. ഇനി അതും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കൂട്ടാൻ മാത്രം കഴിച്ചാലും മതി. വയറും നിറയും നമ്മുടെ മനസ്സും നിറയും. പിന്നെ ഈ ചട്ടിയിൽ വരുന്ന ആ താഴെ വരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ ഒരു വെള്ളം ഉണ്ടല്ലോ നമ്മൾ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതെടുത്തിട്ടൊന്ന് കുടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. നല്ലൊരു കട്ടിയിലുള്ള വെള്ളമാണ്. പിന്നെ അത് ചൂടാറും തോറും ഒന്നുകൂടെ കട്ടി കൂടുതലായിട്ട് ഇങ്ങനെ വരികയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ചൂട് കൊടുക്കാനാകുമ്പോൾ കുറച്ച് വെള്ളം പോലെ ആയിരിക്കും, കുറച്ചധികം വെള്ളം പോലെ ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് വെള്ളം ഉണ്ടാവും തണുത്ത് കഴിഞ്ഞാൽ. ഇതുപോലെയുള്ള കറികൾ അല്ലെങ്കിൽ കൂട്ടാനുകൾ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? ഇനിയിപ്പോൾ എന്തുണ്ടായി കഴിഞ്ഞാലും നമ്മൾ ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതിൻ്റെ ഒരു മണം കിട്ടിയാണ്ടല്ലോ പിന്നെ വേറെ ഒന്നും നോക്കണ്ട കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കിട്ടുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.